സത്യനും സോനയും വന്ന് അമ്മയുടെ എൻ്റെ മുമ്പിൽ വെച്ച് ഹർഷയെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഹർഷ തന്നെ ഇറങ്ങുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിലും ഞാനും തിരിച്ചു പോകണമെന്ന് പറഞ്ഞല്ലേ ഇന്ദ്ര. ഞങ്ങളുടെ ഇന്ദ്രൻ വരുന്നത് കാത്തിരിക്കായിരുന്നു. അമ്മേ, അമ്മേ, അമ്മ ഹർഷയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം പ്രതിഭയുടെ വീട്ടിൽ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ നന്നായിരിക്കും. അല്ല, ആ വീട്ടുകാർക്ക് നമ്മളെ കുറിച്ചൊരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ. ശരി, അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അല്ല, അവളോട് ആർക്കും ദേഷ്യമില്ലല്ലോ. അതുപോലെ ഹർഷയോട് എനിക്ക് പറയാനുള്ളത്, പരമാവധി രവിയുമായിട്ട് ഒത്തുപോകാൻ നോക്കിയാൽ കൊള്ളാം. അവൻ ഡിവോഴ്സിൽ ഉറച്ചു നിന്നാ ഹർഷ ഒറ്റപ്പെടും. ഈ കേസ് ജയിക്കാൻ വേണ്ടി രവി ഏതറ്റം വരെയും പോകാൻ സാധ്യതയുണ്ട്. കുടുംബ കോടതിക്ക് മുമ്പിൽ പലതിനും നീ ഉത്തരം പറയേണ്ടി വരും. അമ്മയ്ക്ക് നിന്നെ പുറത്തുനിന്ന് സഹായിക്കും പോലെ കോടതിക്കകത്ത് കയറി സഹായിക്കാൻ പറ്റില്ല ഹർഷ. പിന്നെ എന്നെ അതിന് കിട്ടില്ല. അതുകൊണ്ട് അമ്മയും എന്നെയും പ്രതീക്ഷിച്ച് രവിയെ നീ ഉപേക്ഷിക്കാൻ തയ്യാറാവണ്ട. ഇനി അതിന്റെ പേരിൽ നീ എന്നെ കോടതി കയറ്റിയ ഞാൻ നിനക്കെതിരായിട്ട് മൊഴി കൊടുക്കൂ. ഹർഷേ, നീ സമാധാനായിട്ടിരിക്കും. ഇതെന്താ ആന്റി, ഇന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? വീടിന്റെ രജിസ്ട്രേഷൻ നടന്നു എന്നറിഞ്ഞപ്പോൾ അവന് പരാജയഭീതി തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം അവൻ പറയുന്നത് പോലെ കേൾക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നമുക്കേ ഇപ്പം തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് ആ മുരുകൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ അത് വലിയ വിനയാകും.